യുവ മനസ്സുകളിലാകെ നവോന്മേഷവും വിസ്മയവും ആരാധനയും സൃഷ്ടിച്ച ഏക മലയാള താരം ജയനാകാൻ ശ്രമിച്ച ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. യുവതീ-യുവാക്കൾ ജയൻ്റെ ഓരോ ചലനങ്ങളിലും രോമാഞ്ചമണിഞ്ഞു. അധ്വാനിക്കുന്നവരും വിദ്യാർത്ഥികളും യുവതീ-യുവാക്കളും ആ താരത്തിൽ മതിമറന്നു. അതുവരെ സ്ത്രീത്വം നിഴലിക്കുന്ന നായകവേഷങ്ങൾ, അവരുടെ പാവ ചരിക്കുന്നത് പോലെയുള്ള അഭിനയവും ഓവർ ആക്ടിങ്ങും കണ്ട് മനം മടുത്ത ജനം ജയനിൽ പൗരുഷമുള്ള കരുത്തനായ ഒരു നായകനെ തിരിച്ചറിഞ്ഞു. വില്ലൻ വേഷങ്ങളും അതേസമയം പുഞ്ചിരിച്ചുകൊണ്ട് നാണം കലർന്ന നോട്ടത്തോടെ വരുന്ന ജയനെയും നമ്മൾ കണ്ടു. ശരീരത്തിൻ്റെ അഴക് എന്തായിരിക്കണമെന്ന് ജയൻ നമ്മെ കാണിച്ചു തന്നു. കുതിരസവാരിയും ബുള്ളറ്റുമൊക്കെ വളരെ ഈസിയായി കൈകാര്യം ചെയ്ത് ആദ്യമായി മലയാള പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. യഥാർത്ഥ ആരോഗ്യമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരേ ഒരു ഹീറോ മലയാള സിനിമയിൽ അന്നും ഇന്നും ജയൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആക്ഷൻ രംഗങ്ങൾ അന്നുവരെ കാണാത്ത തന്മയത്വത്തോടെ ജയൻ അവതരിപ്പിച്ചു. ക്യാമറ ട്രിക്കിലൂടെയും ഡ്യൂപ്പിനെ ഉപയോഗിച്ചും പിടിച്ചു നിന്നിരുന്ന അനങ്ങാപ്പാറ നായകന്മാർ ഈ പ്രകടനം കണ്ട് അന്താളിച്ച് പിന്നോട്ട് വരുന്നു. ഘനഗംഭീരമായ ജയൻ്റെ ശബ്ദത്തിൽ മറ്റു നടന്മാരുടെ പതിഞ്ഞ ശബ്ദം കേൾക്കാതെയായി. മറ്റു നടന്മാരെ പോലെ മുഴക്കം കിട്ടാൻ വേണ്ടി വെളുപ്പിനെ പോയി റെക്കോർഡ് ചെയ്യുന്ന ശീലങ്ങളൊന്നും ജയനില്ലായിരുന്നു. ഒരു ചാനലോ ഫാൻസ് ക്ലബുകളോ ഇല്ലായിരുന്ന കാലത്താണ് ജയൻ അസൂയമൂത്ത സഹനടന്മാരുടെ ഇടയിലൂടെ കുത്തക തമിഴ്നാട് ലോബിയുടെ ചരടുവല്ലകൾക്ക് നടുവിലൂടെ സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടനായി ഉയർന്നു വന്നത്. നേവി ഓഫീസറായി വിരമിച്ച ജയന് പട്ടാളച്ചിട്ടയുള്ള ജീവിതമായിരുന്നു. സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്ന ജയൻ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷയിലും സംസാരിച്ചിരുന്നു. ഒരു ദുശീലങ്ങളും ഇല്ലാതിരുന്ന ജയൻ പ്രൊഡക്ഷൻ ബോയ് മുതൽ പ്രൊഡ്യൂസർമാർ വരെ ഒരു നല്ല സുഹൃത്ത് വലയം സൂക്ഷിച്ചിരുന്നു. പ്രൊഡക്ഷൻ ബോയ്സിനെ മോനെ എന്ന് മാത്രമേ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. ട്യൂബ് ഒഴിവാക്കിയുള്ള സ്റ്റണ്ട് രംഗങ്ങൾ മാസ്റ്റർമാർക്ക് വലിയ ആശ്വാസമായിരുന്നു. തമിഴ്നാട്ടിലെ സ്റ്റണ്ട് മാസ്റ്റർമാർ ഇന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ നമസ്കരിക്കുന്നു. തലമുറകൾ തോറും സഞ്ചരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു നടൻ ജയൻ ആണെന്ന് പറയുന്നു. 40 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ആയിരങ്ങളാണ് ഇൻ്റർനെറ്റിൽ തിരയുന്നത്. ചുമട്ടുതൊഴിലാളികളുടെ ഒരു അത്യാവേശമായിരുന്നു ജയൻ. അങ്ങാടി സൂപ്പർ ഹിറ്റായതോടെ ഒരു ജയൻ തരംഗം തന്നെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ബാബു, നിന്നെ കാണാനാണ് ഞാൻ വന്നത്. നമ്മുടെ പിണക്കം തീർക്കാൻ. എനിക്ക് ആരോടും വിരോധമില്ലല്ലോ. എനിക്കുണ്ടായിരുന്നു. വെറുപ്പും വിദ്വേഷവും കൊണ്ടല്ല, വെറും തുച്ഛമായൊരു തുകയ്ക്ക് നീ എന്നെ കൊച്ചാക്കി. അന്നെനിക്കതൊരു വാശിയായിരുന്നു. ആ വാശിയാണ് ഇന്നെന്നെ നിലയിലെത്തിച്ചത്. ആ നില എന്നെ കാണിക്കാവുന്നതാണ്. സിനിമാ പ്രവർത്തകർക്കിടയിൽ ജയൻ എന്ന മനുഷ്യനെക്കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല. നസീർ ആയിരുന്നു ജയൻ്റെ റോൾ മോഡൽ. ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ജയന് പ്രത്യേക റൂം ഉണ്ടായിരുന്നാലും നസീർ കോട്ടേജിലാണ് നസീറിനോടൊപ്പം ജയൻ താമസിച്ചിരുന്നത്. ജയൻ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് നസീറിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. മിക്കവാറും ജയനാണ് നസീറിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്തിരുന്നത്. ഇത്തരം ഒരു അടുപ്പം ജയൻ IV ശശിയോടും സൂക്ഷിച്ചിരുന്നു. IV ശശി ഉറക്കമെണീറ്റ് വരുമ്പോൾ മിക്കവാറും ജയൻ റെഡിയായി സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടാവും. തനി നാട്ടിൻപുറങ്ങളിൽ പോലും സിനിമാ കൊട്ടകയുണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ പ്രതികരണങ്ങൾ ജയന് ഗുണം ചെയ്തു. മറ്റ് നായകന്മാർ വന്ന് ചിലത് കാട്ടിക്കൂട്ടുമ്പോൾ കൂകി വിളിച്ച ജനം ജയൻ്റെ സീൻ വരുമ്പോൾ കൈയടിക്കുന്നത് വൻപൻ സംവിധായകരും തമിഴ്നാട്ടിലെ കൊലകൊമ്പൻ നിർമ്മാതാക്കളും തിരിച്ചറിഞ്ഞു. നഗരവും ഗ്രാമവും ജയന് വേണ്ടി ആർപ്പ് വിളിച്ചു. ഇന്നത്തെ പോലെ റിവ്യൂ എഴുതിവിടാൻ ആളില്ലായിരുന്ന അക്കാലത്ത് തിയേറ്റർ പ്രതികരണം തേടി നിർമ്മാതാക്കൾ രഹസ്യമായി ചാരന്മാരെ നിയോഗിച്ചു. കൂട്ടുനടന്മാരില്ലാതെ തന്നെ ജയൻ്റെ ചിത്രങ്ങൾ വിജയിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് മെറിലാൻഡ്, GP ഫിലിംസ്, ശ്രീ സായി എന്നിങ്ങനെ വൻപൻ കമ്പനികൾ ജയനെ നായകനാക്കി സിനിമയെടുത്ത് വിജയിപ്പിച്ചു. രാഷ്ട്രീയവും സിനിമയും മാത്രം ചർച്ച ചെയ്തിരുന്ന ചായക്കടകളിലും കവലകളിലും ജയൻ പ്രശോഭിച്ചു നിന്നു. 1977 കൊച്ചിയിൽ ഇനിയും പുഴയൊഴുകും എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഓട്ടോഗ്രാഫിനും ഫോട്ടോ എടുക്കാനും മറ്റും ജനങ്ങൾ തിക്കിത്തിരക്കിയത് മറ്റു നടന്മാരുടെ അടുത്താണ്. മലയാള സിനിമയിൽ ഒന്നുമല്ലാതെ എന്ന ജയൻ്റെ അടുത്ത് ഫോട്ടോഗ്രാഫ് എടുക്കാനെത്തിയത് 1-2 പേർ മാത്രം. ഒരുപക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം
മാറി ഒതുങ്ങി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ നാളെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആകുമെന്ന്. അടുത്ത 1 വർഷം കഴിഞ്ഞപ്പോൾ ജയൻ്റെ ഒരു കയ്യൊപ്പ് ഫോട്ടോ ഇതിനുവേണ്ടിയൊക്കെ ജനങ്ങൾ മണിക്കൂറുകളോളം കാത്തുനിന്നു. 1978 എറണാകുളം കവിതയിൽ സീമയുടെ അവളുടെ രാവുകളും ഷേണായസിൽ കൽപ്പകവൃക്ഷവും ഒരേ ദിവസം തന്നെ റിലീസ് ചെയ്യപ്പെട്ടു. ജയൻ അഭിനയിച്ച കൽപ്പകവൃക്ഷം കാണാൻ തൻ്റെ KRE 134 ഫിയറ്റ് കാറിൽ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. പിന്നീട് ജയൻ സീമ ജോഡികൾ മലയാള പ്രേക്ഷകരുടെ മനം കവർന്നു. മീൻ സിനിമയുടെ ഷൂട്ടിംഗ് കൊല്ലത്തായിരുന്നു. ജന്മനാട്ടിലായിരുന്നിട്ട് പോലും മത്സ്യത്തൊഴിലാളികളും ആയിരക്കണക്കിന് സാധാരണ ജനങ്ങളും തടിച്ചുകൂടി. തൻ്റെ ജാവ ബൈക്കിലും KRE 134 ഫിയറ്റ് കാറിലും ഒരുപാട് പ്രാവശ്യം കടന്നുപോയ നീണ്ടകര പാലത്തിലൂടെ ജയൻ നടക്കുന്നത് ജയനൻ വിൻസെൻ്റ് ക്യാമറയിൽ പകർത്തി. പിന്നീട് കൊല്ലം നഗരവും പരിസരവും കണ്ട ഏറ്റവും വലിയ ജനത്തിരക്ക് 1980 നവംബർ 17 ജയൻ്റെ അകാല വേർപാടിൽ വിഷമം പൂണ്ട് ആരാധകർ അക്ഷമയോടെ കാത്തുനിന്ന ദിവസം. അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയുടെ പീരുമേട്ടിലുള്ള ലൊക്കേഷനിൽ നിന്നാണ് ജയൻ കോളിളക്കം സിനിമയ്ക്ക് വേണ്ടി മദ്രാസിലേക്ക് പോയത്. കോളിളക്കം സിനിമയുടെ ക്ലൈമാക്സ് രംഗം മാത്രമായിരുന്നു ചിത്രീകരിക്കാൻ അവശേഷിച്ചിരുന്നത്. ഹെലികോപ്റ്റർ ഉൾപ്പെടുന്ന സംഘടന രംഗങ്ങൾ ആയിരുന്നു എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നീട്ടിക്കൊണ്ടു പോകുന്നത് നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമായിരുന്നു. ഒരാഴ്ചയായി കോളിളക്കം സിനിമയുടെ പ്രവർത്തകർ ജയൻ്റെ 1 ദിവസത്തിനു വേണ്ടി പീരുമേട്ടിൽ കാത്തുകിടന്നു. അറിയപ്പെടാത്ത രഹസ്യത്തിൻ്റെ സംവിധായകൻ അവസാനം ജയന് പോകാൻ അനുമതി നൽകി. ഒറ്റ ദിവസത്തേക്ക്. കാരണം നസീറടക്കം 40ഓളം ആർട്ടിസ്റ്റുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ജയൻ തിരിച്ചു വന്നാലേ ഷൂട്ടിംഗ് നടക്കൂ. അപ്പോൾ പുതിയ പ്രശ്നം. ഒരു ആനയുമായുള്ള ഫൈറ്റിനു വേണ്ടി ഒരു ആനയെ 2 ദിവസമായി എസ്റ്റേറ്റിൽ നിർത്തിയിരിക്കുകയാണ്. ആ രംഗം എടുത്തിട്ട് പോകാം എന്ന് ജയൻ സമ്മതിച്ചു. രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അത് അവസാനിച്ചത്. ഒരു മലഞ്ചെരുവിലെടുത്ത എലിഫന്റ് ഫൈറ്റ് അതീവ സാഹസികവും അപകടം നിറഞ്ഞതുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ രംഗങ്ങൾ സ്വപ്നം കണ്ട് ഇപ്പോഴും ഞെട്ടിയുണരുമെന്ന് അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ സംവിധായകൻ ഈ അടുത്തിടെ പറഞ്ഞു. ജയൻ അന്ന് എറണാകുളത്ത് നിന്ന് മദ്രാസിലേക്ക് യാത്ര ചെയ്തത് സുകുമാരനോടൊപ്പമായിരുന്നു. യാത്രയിലുടനീളം ജയൻ സംസാരിച്ചുകൊണ്ടിരുന്നു. വീടുപണിയെക്കുറിച്ചും കല്യാണത്തിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു. ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു ജയൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച പെൺകുട്ടി. ഈ കുട്ടിയെ കാണിക്കാൻ വേണ്ടി മാത്രം ജയൻ ഉറ്റ സുഹൃത്തായ ശ്രീകുമാരൻ തമ്പിയോടൊപ്പം വിമാനയാത്ര നടത്തിയിട്ടുണ്ട്. സുകുമാരനുമായി ജയൻ നല്ലൊരു സുഹൃത്ത് ബന്ധം പുലർത്തിയിരുന്നു. ജയൻ തേക്കടിയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ആരണ്യ നിവാസിൽ സുകുമാരനും കുടുംബവും താമസിച്ചിരുന്നു. ജയൻ കുട്ടിയെ കാണാൻ എത്താൻ താമസിച്ചതിന് ക്ഷമാപണം നടത്തി റൂമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഇന്ദ്രജിത്തിനെ കയ്യിലെടുത്തു. അപ്പോൾ കുഞ്ഞ് ജയന്റെ സഫാരി സ്യൂട്ടിൽ മൂത്രമൊഴിച്ചത് മല്ലിക സുകുമാരൻ ഇപ്പോഴും ഓർക്കുന്നു. സുകുമാരൻ ജയനോട് പറഞ്ഞു, എടാ, കൊച്ചിനെ കാണാൻ വരുമ്പോൾ നീ വല്ല ലുങ്കിയും എടുത്ത് വന്നാൽ പോരായിരുന്നു. ജയൻ പറഞ്ഞു, നിന്റെ കുട്ടിയെ കാണാൻ വരുമ്പോൾ നല്ല ഡ്രസ് ഇട്ട് തന്നെ വരണം. സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിൽ നിന്നും ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിലേക്ക് തൂങ്ങിപ്പിടിക്കുന്ന സീനാണ് ഷൂട്ട് ചെയ്തേണ്ടിയിരുന്നത്. ജയൻ സുകുമാരനോട് പറഞ്ഞു, എടാ, ഇതല്പം കുഴപ്പം പിടിച്ച സാധനമാണ്. അതുകൊണ്ട് ഞാൻ ലാൻഡിംഗ് പാഡിൽ പിടിച്ചാലുടനെ ആ എന്ന സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നീ ബൈക്ക് വേഗത്തിൽ ഓടിച്ച് സൈഡിലേക്ക് പൊക്കോണം. അത് നമുക്കിപ്പോഴും ആ രംഗങ്ങളിൽ കാണാം. മഴ കാരണം ഷൂട്ടിംഗ് ലേറ്റായി. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഷോലാവാരം എയർ സ്ട്രിപ്പിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഷൂട്ടിംഗ് ലേറ്റ് ആയതുകൊണ്ട് സെറ്റിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ജയനടക്കം എല്ലാവരും വിശന്നാണ് ഈ അവസാന രംഗങ്ങളിൽ പ്രവർത്തിച്ചത്. ജയനുമായി ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർന്നു. ജയൻ ശബ്ദമുണ്ടാക്കി. സുകുമാരൻ സൈഡിലേക്ക് ബൈക്ക് ഓടിച്ചുപോയി. ജയനും ബാലങ്കേ നായരുമായിട്ടുള്ള സംഘട്ടനങ്ങളാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. ഏതോ ഒരു നിമിഷം പൈലറ്റ് സമ്പത്തിന് ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. ജയനെയും കൊണ്ട് സേഫ്റ്റി പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ടിരുന്ന വൈക്കോൽ മെത്തയും കടന്ന് ഹെലികോപ്റ്റർ മുമ്പോട്ട് കുതിച്ചു. ഒരു നിമിഷം ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കോൺക്രീറ്റ് തറയിൽ ജയനെയും കൊണ്ട് ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങി. ഇടിയുടെ ആഘാതത്തിൽ നടുവിനും തലയ്ക്കും ക്ഷതമേറ്റ ജയൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ വീണ്ടും മുകളിലേക്ക് ഉയർന്ന ഹെലികോപ്റ്റർ ജയന് നേരെ കുതിച്ചു വന്നു. ഇതോടെ ജയൻ പൂർണ്ണമായും ഹെലികോപ്റ്ററിനടിയിലായി.
ബാലൻ കെ നായർ തെറിച്ചു വീണു. കാലും കൈയും ഒടിഞ്ഞു. പൈലറ്റ് എന്തുകൊണ്ടോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കല്ലിയൂർ ശശി ജയനെ കോരിയെടുത്ത് ജയൻ്റെ തന്നെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടത്തി. അപ്പോൾ ജയന് ഒരു ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറിൻ്റെ ബാക്ക് സീറ്റ് മുഴുവൻ ജയൻ്റെ രക്തം കൊണ്ട് കുതിർന്നു. ഡ്രൈവർ ശരവേഗത്തിൽ ജയനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. പോകുന്ന വഴിയിൽ ഒരു ക്ലിനിക്കിൽ കാര്യം പറഞ്ഞപ്പോൾ സീരിയസ് ആണെന്ന് കണ്ട് മദ്രാസ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. കോരിച്ചൊരിയുന്ന മഴ, 40 കിലോമീറ്റർ ദൂരം, ഓരോ സെക്കൻഡിനും മണിക്കൂറിൻ്റെ ദൈർഘ്യം. 5:30 മണിയോടെ മദ്രാസ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. സർജനെ ഫോണിൽ പെട്ടെന്ന് വിളിച്ചു വരുത്തി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ സ്പീഡിലായി. 6 മണിയോടെ ഡോക്ടർ നരേന്ദ്രൻ പുറത്തു വന്നു. എല്ലാവരും ശബ്ദം താഴ്ത്തി. ഡോക്ടർ പറഞ്ഞു, നോ ഹോപ്പ്, ഹീ ഈസ് നോ മോർ. സംവിധായകൻ സുന്ദരവും ഹരിഹരനും ഉൾപ്പെടെ പലരും തളർന്നു വീണു. അമാനുഷ്യനായ ജയന് മരണമോ? അപ്രിയ സത്യത്തെ ഉൾക്കൊള്ളാനാകാതെ ചിലർ ബോധം കെട്ടു വീണു. ചിലരുടെ മാനസിക നില എന്നേക്കുമായി തകരാറിലായി. അകത്ത് നിശ്ചലമായി കിടക്കുന്നത് മലയാളത്തിൻ്റെ നായകൻ, ആയിരങ്ങളുടെ ആരാധനാ പുരുഷൻ, റോൾ മോഡൽ ആണെന്നുള്ളത് അവർക്കെന്നല്ല ആർക്കും അംഗീകരിക്കാൻ സാധിച്ചില്ല. ജയൻ മരിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും പരന്നത്. കൊല്ലം ആരാധനാ തിയേറ്ററിൽ ജയൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ ദീപം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് സ്ക്രീനിൽ ഒരു സ്ലൈഡ് പ്രത്യക്ഷപ്പെട്ടു. ജയൻ അപകടത്തിൽ മരിച്ചു. അലമുറയിട്ട ജനം 2 കിലോമീറ്റർ അകലെയുള്ള പൊന്നച്ചം വീട്ടിലേക്ക് പാഞ്ഞു. ജയൻ്റെ പോസ്റ്ററിന് മുമ്പിൽ നിന്ന് ജനങ്ങൾ വാവിട്ട് കരഞ്ഞു. വീടിന് ചുറ്റും ആൾക്കാരെ കണ്ട് അമ്മ ഭാരതിയമ്മ പരിഭ്രാന്തിയായി. ജയൻ്റെ അനുജൻ സോമൻ നായർ അടുത്തുള്ള കോട്ടൺ ഫാക്ടറിക്ക് തീ പിടിച്ചെന്ന് അമ്മയോട് നുണ പറഞ്ഞു. പിന്നെ വിവരമറിഞ്ഞ് ഭാരതിയമ്മ ബോധം കെട്ടു വീണു. മനോനില നഷ്ടപ്പെട്ട ആ അമ്മ പിന്നെ 2 വർഷത്തിന് ശേഷം മരിച്ചു. നവംബർ 17, 1980. ഇന്ന് ജയൻ്റെ മൃതശരീരം മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തെത്തും. സംഘടനകൾ ഇല്ലാതിരുന്ന കാലം. ജയൻ്റെ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ചെലവ് ആരും ഏറ്റെടുക്കാനോ നേതൃത്വം വഹിക്കാനോ തയ്യാറായില്ല. ജീവിച്ചിരുന്നപ്പോൾ സുഹൃത്ത് എന്ന് നടിച്ച് കൂടെ കൂടിയവരെല്ലാം ഒഴിഞ്ഞുമാറി. ഒടുവിൽ നസീറിൻ്റെ മകൻ ഷാനവാസ് കേരളത്തിലായിരുന്ന നസീറിനെ വിവരമറിയിച്ചു. എത്ര ചെലവായാലും ജയൻ്റെ ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന്. അങ്ങനെ നസീറിൻ്റെ ചെലവിൽ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു. അപ്പോൾ മാറി നിന്നവരും മറഞ്ഞു നിന്നവരും ഫ്ലൈറ്റിൽ കയറാൻ തിരക്ക് കൂട്ടി. തമിഴ്നാട്ടിൽ MGR മന്ത്രിസഭ, കേരളത്തിൽ EK നയനാർ. 2 പേരും ജയൻ്റെ ബോഡി നാട്ടിലെത്തിക്കാനുള്ള പ്രൊസീജിയർ സിമ്പിളാക്കി. കൊല്ലം നഗരം ഇളകി മറിഞ്ഞു. പോലീസ് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയ നിമിഷങ്ങൾ. ജനത്തെ ശാന്തരാക്കാൻ നന്നേ വിഷമിച്ചു. ജയൻ്റെ അന്തിരംഗം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം ഷൂട്ട് ചെയ്തിരുന്നു. പിന്നീട് നായാട്ട്, മൂർഖൻ എന്നീ ചിത്രങ്ങളോടൊപ്പം മദ്രാസിൽ നിന്നും വീട് വരെയുള്ള 2 റീൽ രംഗങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ന് ആ റീലുകൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. രാത്രി വൈകി ജയൻ്റെ ശരീരം കൊണ്ടുവരുന്നു. ജനം മതിലിൽ ഇരമ്പിക്കയറി. അത് വലിയ ശബ്ദത്തോടെ പൊളിഞ്ഞു വീഴുന്നു. മുറ്റത്ത് നിന്ന തൈത്തങ്ങിൽ പോലും ജനം കയറുന്നു. അതൊടിഞ്ഞു വീഴുന്നു. എല്ലാം അലങ്കോലം. കൊല്ലം ഓലയിലും പരിസരത്തും ജനനിമിടം. തങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന മട്ടിൽ ജയൻ്റെ ബോഡിയോടൊപ്പം നടന്നിരുന്ന മറ്റ് നടന്മാരുടെ മുഖത്ത് ഒരു ആശ്വാസഭാവം നിഴലിച്ചിരുന്നുവോ എന്ന് അടുത്ത ദിവസത്തെ പത്രങ്ങൾ എഴുതി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അന്ന് പോലീസ് ലാത്തിചാർജും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു. സിനിമാ പ്രദർശനശാലകൾ അടഞ്ഞുകിടന്നു. കടകമ്പോളങ്ങൾ പ്രവർത്തിച്ചില്ല. തങ്ങളുടെ ആരാധനാപാത്രത്തിന് അവസാനമായി അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കാനായി പോലീസ് ഒരുക്കിയിരുന്ന വമ്പൻ സുരക്ഷാ സംവിധാനങ്ങളും ബാരിക്കേഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ച സമുദ്ര തിരമാലകളെ നോക്കി നിൽക്കാനല്ലാതെ ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക്. രാത്രി 8 മണിയോടെ ജയൻ പഠിച്ച മലയാളി ഭവൻ സ്കൂൾ മന്ദിരത്തിൽ നിന്നും മൃതദേഹം ജയൻ്റെ വീടായ തേവള്ളിയിലെത്തിച്ചു. അമ്മ ഭാരതിയമ്മ മൃതദേഹത്തിലേക്ക് മറിഞ്ഞു വീണു. ജയൻ്റെ മൃതശരീരം എത്രയും പെട്ടെന്ന് സംസ്കരിച്ചില്ലെങ്കിൽ കൂടുതൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ പോലീസ് ബന്ധുക്കളുടെ അനുവാദത്തോടെ രാത്രി 11 മണിക്ക് തന്നെ മൃതദേഹം കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിലെത്തിച്ചു. അനശ്വര നടനെ കാണാൻ അവിടെയും വന്നെത്തിയ ജനപ്രളയം കണ്ട അന്തം വിട്ട പോലീസ് വീണ്ടും ലാത്തിചാർജ് വേണ്ടിവരുമോ എന്ന് ഭയന്നു. രാത്രി കൃത്യം 11:30. ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ വിറക്കുന്ന കൈകളോടെ അനുജൻ സോമൻ നായരും 5 വയസ്സായ മകൻ കണ്ണനും ചേർന്ന് ജയൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി.
അഗ്നിനാളങ്ങളിൽ വെന്തുരുകുന്ന ഇതിഹാസ തുല്യമായ വ്യക്തിപ്രഭാവത്തെ നോക്കി നിന്ന ജനസഹസ്രങ്ങളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി. കത്തിത്തീരാറായ ചിതയിലേക്ക് അപ്രതീക്ഷിതമായി എടുത്തു ചാടിയ ഒരു കൂട്ടം ആരാധകരെ പോലീസ് ശക്തമായി പിടിച്ചു വലിച്ചു മാറ്റിയപ്പോൾ അമൂല്യനിധി പോലെ കൈക്കലാക്കിയ ജയന്റെ അസ്ഥികഷ്ണങ്ങളും ചിതാഭസ്മവുമായി ആരാധകർ ഇരുളിലേക്ക് ഓടിമറഞ്ഞു. പിന്നീട് ജയൻ മരിച്ചതറിഞ്ഞ് തകർന്നുപോയ ബാലൻ കെ നായർ കണ്ണുനീർ തെളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജയനെ ഞാൻ എങ്ങനെ മറക്കും? ഞാൻ മരിച്ചാലും അവൻ ജീവിക്കണമായിരുന്നു. അടുത്ത ദിവസം തന്നെ ജയൻ തന്നെ ഏൽപ്പിച്ച സൂട്ട് കേസും ജയന്റെ മാലയും മോതിരവും കൈകളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ കരഞ്ഞു തളർന്ന ഭാരതീയമ്മയെ ആശ്വസിപ്പിക്കാൻ പ്രേം നസീർ വളരെയധികം വിഷമിച്ചു പോയി. ബിസിനസ്സുകാരനായ സോമൻ നായർ അജയൻ എന്ന പേരിൽ സിനിമയിൽ വന്നെങ്കിലും നടൻ എന്ന രീതിയിൽ തികഞ്ഞ പരാജയമായിരുന്നു. അജയൻ എന്ന സോമൻ നായർ 1999 ജൂലൈ 24 അന്തരിച്ചു. ജയന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിനായ സ്വത്തുകൾ അജ്ഞാതരായ ഏതാനും ബിനാമികൾ കൈക്കലാക്കിയെന്നും വാർത്തകൾ കേട്ടിരുന്നു. പൂർത്തിയാവാത്ത എത്രയോ സിനിമകളുടെ കനത്ത പ്രതിഫലവും കിട്ടാനുണ്ടായിരുന്നു ജയന്. ജയൻ മരിച്ചിട്ടില്ലെന്നും ഏതോ അജ്ഞാത ലോകത്തിൽ ജീവിക്കുന്നുണ്ടെന്നും സ്ഥാപിക്കാനായി ചില ആരാധകർ അന്നും ഇന്നും വിചിത്രമായ ഭാവനാ സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരുന്നു. ജയന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ കാരണമായി അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ഫ്ലൈയിങ് ലൈസൻസ് റദ്ദാക്കി ഉപയോഗശൂന്യമായി കിടന്ന ഹെലികോപ്റ്റർ എന്തിന് ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചു? അപകടകരമായ ഹെലികോപ്റ്റർ രംഗം രണ്ടാമതും അനാവശ്യമായ റീടേക്ക് എടുപ്പിച്ചതെന്തിന്? റൺവേയിൽ വരിച്ചിരുന്ന വൈക്കോൽ മത്തയും കടന്ന് കോൺക്രീറ്റ് തറയിലേക്ക് ഹെലികോപ്റ്റർ പറത്തിയതെന്തിന്? ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട പൈലറ്റ് ഒളിവിൽ പോയതെന്തിന്? ജയനെ കൊല്ലുവാൻ അസൂയാലുക്കളായ ശത്രുക്കൾ ഗൂഢാലോചന നടത്തി പൈലറ്റിനെ വാച്ച് 69 എന്ന വിസ്കി കുടിപ്പിച്ചത്. ജയന്റെ അസാധാരണമായ വളർച്ചയിൽ അസൂയാലുക്കളായ വേറെയും ചില ശത്രുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് പരമാർത്ഥം. എൻ്റെ മകനെ കൊന്നതാണ് എന്ന് ജയന്റെ അമ്മ അവസാനം വരെ അലമുറയിട്ടേണ്ടിയിരുന്നു. 1981 പ്രസിദ്ധീകരിച്ച ജയന്റെ മരണം കൊലപാതകമോ എന്ന പുസ്തകം ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ജയന്റെ മരണശേഷം അപൂർണങ്ങളായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ പോലും സൂപ്പർ ഹിറ്റുകളായി. സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട പൈലറ്റ് സമ്പത്ത് 1 വർഷത്തിന് ശേഷം ഹെലികോപ്റ്റർ അപകടത്തിൽ അതേ ദിവസം തന്നെ മരിച്ചത് യാദൃച്ഛികമായ സംഭവമോ അതോ അറിയപ്പെടാത്ത ഏതോ ശക്തിയുടെ കണക്ക് തീർക്കലോ? അക്കാലഘട്ടത്തിൽ ഒരു പത്രം ജയന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് തുടർച്ചയായി എഴുതിക്കൊണ്ടിരുന്നു. അനുജൻ സോമൻ നായർ ഒരു അന്വേഷണത്തിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒരു സിനിമാക്കാരുടെയും പിന്തുണ കിട്ടിയില്ല. ഏതോ അദൃശ്യകരം അന്വേഷണമെല്ലാം തടയുന്നതുപോലെ ലോക്കൽ പോലീസിനെ കൊണ്ട് ഒരു സാധാരണ അന്വേഷണം നടത്തി എല്ലാം അവസാനിപ്പിച്ചു. ജയന്റെ മരണശേഷം ജയനാകാൻ ശ്രമിച്ച് പലരും ഇൻഡസ്ട്രിയിൽ കടന്നു വന്നെങ്കിലും ആകെ അല്പം പിടിച്ചു നിന്നത് ഭീമൻ രഘുവായിരുന്നു. ജയനു വേണ്ടി ഒരു സ്മാരകവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സിനിമാക്കാരും താല്പര്യം കാണിച്ചിട്ടില്ല. എങ്കിലും കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ ചില നല്ല മനസ്സുള്ളവർ ജയന്റെ സ്മാരകത്തിനായി 2 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ ജയന്റെ സ്മാരകമായി ഒരു ഓഡിറ്റോറിയം പൂർത്തിയായിട്ടുണ്ട്. ജയൻ ജനിച്ച വീട് ഈ അടുത്ത കാലത്ത് ഉടമസ്ഥർ പൊളിച്ചു കളഞ്ഞു. പക്ഷേ അതിനു മുമ്പിൽ ജയന്റെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആ സ്ഥലം സന്ദർശിക്കാൻ നിരവധി ആൾക്കാർ എത്തുന്നു. അക്കാലത്ത് ജയന്റെ പോപ്പുലാരിറ്റി അത്രയ്ക്ക് വലുതായിരുന്നു. ഓരോ ഷൂട്ടിംഗ് സെറ്റിലും മുതലാളിമാർ കാത്തുകെട്ടിക്കിടന്നു അഡ്വാൻസുമായി. 4 വർഷം കഴിഞ്ഞാണെങ്കിലും ഡേറ്റ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ജയൻ മരിച്ചില്ലായിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ഗതി തന്നെ മാറി മറിഞ്ഞേനെ. ഇന്നത്തെ പല സൂപ്പർ സ്റ്റാറുകളും ഉദിക്കുമായിരുന്നോ എന്നുപോലും സംശയിക്കണം. കാരണം 40 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ മനസ്സിൽ ഒറ്റ വികാരം മാത്രം, ജയൻ. മറ്റൊന്നും അവർ അംഗീകരിച്ചേക്കാനിടയില്ല. ഇനിയുമുള്ള ഒട്ടനവധി സാധ്യതകളാണ്, വഴികളാണ് ജയന്റെ മരണത്തോടെ അടഞ്ഞത്. പൂർണ്ണമായി യുവത്വത്തിൽ നിൽക്കുമ്പോൾ, അനവധി സാധ്യതകൾക്ക് കാത്തിരിക്കുമ്പോൾ, അകാലത്തിൽ ഒളിഞ്ഞുവന്ന മരണമെന്ന വില്ലൻ എല്ലാം കവർന്നെടുത്തു. മൺമറഞ്ഞെങ്കിലും അന്നുമെന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന ആ വലിയ കലാകാരന് സർവപ്രണാമം. ഞാൻ എപ്പോഴെങ്കിലും അകപ്പെടുന്നുവെങ്കിൽ അത് മരണത്തിന്റെ വലയിൽ മാത്രമായിരിക്കും. നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം